കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യ ഷാർജയിൽ ആത്മഹത്യ ചെയ്ത കേസിൽ ആരോപണ വിധേയനായ ഭർത്താവ് സതീഷ് പിടിയിൽ. തിരുവനന്തപുരം വലിയതുറ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് യൂണിറ്റിന് കൈമാറി. കൊല്ലം ജില്ലാ കോടതി ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് സതീഷ് നാട്ടിലെത്തിയത്. ആദ്യം സതീഷിന്റെ അഭിഭാഷകന്റെ പ്രതികരണത്തിൽ. നിലവിൽ ബഹുമാനപ്പെട്ട കൊല്ലം പ്രിൻസിപ്പൽ ജില്ലാ കോടതി സതീഷിനെ താൽക്കാലികമായി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ആ ജാമ്യം അനുവദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് സതീഷ് ഇന്ന് നാട്ടിലേക്ക് വരുന്നത്. അതിനുശേഷം അതിൻ്റെ പ്രൊസീജിയർ 2 ലക്ഷം രൂപ വരുന്ന 2 ജാമ്യക്കാരെ ഹാജരാക്കി ജാമ്യത്തിൽ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജാമ്യത്തിൽ വിടണമെന്നാണ് ബഹുമാനപ്പെട്ട ജില്ലാ കോടതി പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ജോലി നഷ്ടമായപ്പോൾ അദ്ദേഹത്തിന് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൊല്ലം ജില്ലാ കോടതിയെ ആ തരത്തിൽ തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിന് പോലീസിനെ കൈമാറുന്ന സാധാരണ പ്രൊസീജിയറാണ്. അത് കൈമാറി ഇനി അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ചാണ്. ക്രൈംബ്രാഞ്ച് എത്തിയതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിനെ ജാമ്യത്തിൽ വിട്ടയക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. മുൻകൂർ ജാമ്യം റദ്ദാക്കാൻ കോടതിയെ സമീപിക്കുമെന്ന് അതുല്യയുടെ പിതാവ് പ്രതികരിച്ചു. പിതാവ് രാജശേഖരൻ പിള്ളയുടെ പ്രതികരണത്തിലേക്ക്. കരുനാഗപ്പള്ളി ACP ഓഫീസിൽ നമ്മൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും തെളിവുകളും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും ക്രൈംബ്രാഞ്ചിന് കൈമാറിയോ എന്തോന്നും നമുക്കറിയത്തില്ല. അവിടെ നിന്ന് പോലീസൊന്നും നമ്മളെ ബന്ധപ്പെട്ടിട്ടില്ലായിരുന്നു. കുറ്റവാളിയായ ഇവനെ മദ്യത്തിനടിമയായി ഇവന് ജാമ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ മുമ്പിൽ അത് നമ്മുടെ നിയമത്തിൻ്റെ പഴുതുകളാണ്. ഇങ്ങനെയുള്ള കുറ്റവാളികൾ രക്ഷപ്പെടാനാണ്. അലക്സ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്നും അരുൺരാജ് കൊല്ലത്ത് നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ആദ്യം അലക്സ മുഹമ്മദിലേക്കാണ്. അലക്സ്, ഈ പറയുന്ന അതുല്യ, ഈ പറയുന്ന ഷാർജയിലെ വീട്ടിന്റെ 4 മുറികൾ നമ്മൾ അനുഭവിച്ച യാതനകൾ, വേദനകൾ നമ്മൾ കണ്ടതാണ്. അതിൻ്റെയൊക്കെ സംസാരിക്കുന്ന തെളിവിലെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. അങ്ങനെയാണ് ഷാർജയിലടക്കം ഇതിലൊരു നിയമ നടപടി ഉണ്ടാകുന്നതും കേരളത്തിൽ കേസെടുക്കുന്നതും. എങ്ങനെയാണ് സതീഷ് ഇന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയത്? ഈ പറയുന്ന മുൻകൂർ ജാമ്യത്തിന്റെ ബലത്തിൽ അറസ്റ്റില്ല എന്ന ധൈര്യത്തിൽ തന്നെയാണോ ഈ വരവ്? വിവരങ്ങൾ. സുഹൈല, കൊല്ലം തെക്കുംഭാഗം സ്വദേശി അതുല്യ ഷാർജയിലെ ഫ്ളാറ്റിൽ അനുഭവിച്ച ക്രൂര പീഡനങ്ങളുടെ ദൃശ്യങ്ങളടക്കം കേരള മനസാക്ഷിയെ ഞെട്ടിച്ചതാണ്. നമ്മൾ അത്ര കാര്യമായി തന്നെ ചർച്ച ചെയ്തതാണ്, വിലയിരുത്തിയതാണ്. ഇതിൽ ഭർത്താവ് ഈ സതീഷ് കുറ്റക്കാരനാണ് അല്ലെങ്കിൽ സതീഷിൻ്റെ പേരിലാണ് ഈ തരത്തിൽ ഈ ഗാർഹിക പീഡനവും അതുപോലെ ശാരീരിക പീഡനം അടക്കം സതീഷ് നടത്തുമായിരുന്നു എന്നായിരുന്നു അതുല്യയുടെ പരാതി. അതുല്യയുടെ സുഹൃത്തുക്കളോടക്കം ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സതീഷ് ഇന്ന് രാവിലെ പുലർച്ചെ 4 മണിയോട് കൂടിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുന്നത്. സതീഷ് അങ്ങനെ എത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പോലും കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലാ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിൻ്റെ ബലത്തിലാണ് സതീഷ് നാട്ടിലേക്ക് എത്തിയത്. അത് സതീഷിൻ്റെ അഭിഭാഷകർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സതീഷ് 4 മണിയോടുകൂടി വിമാനത്താവളത്തിൽ എത്തുന്നു. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിനാൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ സതീഷിനെ തടഞ്ഞു വെക്കുന്നു. വലിയതുറ പോലീസിന് കൈമാറുന്നു. രാവിലെ ഒരു 10:45-11 മണിയോടുകൂടി ക്രൈംബ്രാഞ്ച് സംഘം എത്തുന്നു. സതീഷിനെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൈമാറുന്നു. സതീഷിനോട് നമ്മൾ അന്വേഷണവുമായി സഹകരിക്കുമോ എന്ന ചോദ്യത്തിന് അതിനല്ലേ വന്നതെന്ന കൂസലില്ലാത്ത മറുപടിയാണ് സതീഷ് നൽകിയത്. ഇതിൽ അഭിഭാഷകൻ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ദുബായിൽ നിന്ന്, അതായത് നിലവിലെ കാര്യങ്ങൾ കോടതിയെ കൃത്യമായി ബോധിപ്പിച്ചത് കൊണ്ടാണ് സതീഷിന് ജാമ്യം നൽകിയത്. മാത്രമല്ല, ദുബായിൽ സതീഷിന് നിൽക്കാൻ കഴിയില്ല എന്നുള്ള സാഹചര്യം കൂടി കോടതി അറിയിച്ചു. സതീഷ് നിലവിൽ കുറ്റക്കാരനല്ല എന്ന് കോടതി ആദ്യഘട്ടത്തിൽ, അതായത് ഈ ജാമ്യ ഉത്തരവിൽ വിലയിരുത്തുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊലപാതകമാണെന്ന് നിലവിൽ തെളിവുകളില്ല എന്നാണ് ഇടക്കാല ജാമ്യ ഉത്തരവിൽ കൊല്ലം ജില്ലാ കോടതി വ്യക്തമാക്കുന്നത്. എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചിരുന്നെങ്കിൽ ദുബായ് പോലീസ് തന്നെ സതീഷിനെ അറസ്റ്റ് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് ഈ ജാമ്യ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ജാമ്യ ഉത്തരവിൽ പറയുന്നത്. ദുബായ് പോലീസ് സതീഷിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല. അതുല്യയുടെ അത് തൂങ്ങിയ മരണമാണെന്ന് കോൺസുലേറ്റ് നൽകിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ഈ കോടതി ഉത്തരവിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് കോടതി ഈ ജാമ്യ ഉത്തരവിൽ പ്രധാനമായി എടുത്തു കാണുന്നത്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം നടത്തുന്നത് നിലവിൽ പുറത്തുവന്ന ഫോട്ടോസ് അതുപോലെ ദൃശ്യങ്ങളടക്കം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നാണ് വ്യക്തമാക്കുന്നത്. അന്വേഷണത്തിന്റെ പുരോഗതി ഉണ്ടാകുന്നതുവരെ ഈ ഇടക്കാല ജാമ്യം ഇങ്ങനെ തന്നെ തുടരും, അതായത് തൽസ്ഥിതി തുടരും എന്നാണ് കോടതിയുടെ ഈ ഇടക്കാല ജാമ്യ ഉത്തരവിലുള്ളത്. ഇടക്കാല മുൻകൂർ ജാമ്യം വന്ന് 10 ദിവസത്തിനകം അന്വേഷണ പുരോഗതി പോലീസ് അറിയിക്കണം എന്നുള്ളതും പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. പോലീസിനെ സംബന്ധിച്ച് അടുത്തിന് സ്വീകരിക്കുന്ന നടപടി എന്താണെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. കാരണം നിലവിൽ ഈ കോടതി ഉത്തരവ് പ്രകാരം അല്ലെങ്കിൽ സതീഷിന്റെ ഭാഗം പറയുന്ന വക്കീൽമാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ അവർ മറ്റൊരു രാജ്യത്ത് നടന്നൊരു കേസ്, ആ രാജ്യത്ത് അതുമായി ബന്ധപ്പെട്ട് സതീഷിനെ കുറ്റക്കാരനാക്കിയിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം അത് ആത്മഹത്യയാണ് എന്നാണ് പറയുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. നിലവിൽ സതീഷിന്റെ മാതാപിതാക്കൾ ചവറ തെക്കുംഭാഗം പോലീസിന് കേസ് കൈമാറിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ മകൾ അതുല്യയുടെ മരണം കൊലപാതകമാണെന്നാണ് മാതാപിതാക്കൾ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൊലക്കുറ്റമടക്കമാണ് സതീഷിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ. അതിന് ഏതൊക്കെ വിധത്തിൽ തെളിയിക്കാനാകും, എത്രയൊക്കെ തെളിവുകൾ ശേഖരിക്കാനാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം, ഉറ്റുനോക്കുന്ന കാര്യം. പോലീസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട നടപടികളാണ് ഇനി മുന്നോട്ടുള്ളത്. സുഹൈൽ.
അലക്സ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.